ഹലോ ഗായ്സ്. ഹായ്. അപ്പല്ല പുട്ട്. ഹാഷിറിന്റെ ഉമ്മയുടെ തഗ് ഓള അപ്പൊ ഒന്നുമില്ല ഗായ്സ്. ഞങ്ങള് ഒന്ന് പുറത്ത് പോവാണ്ട്. ഞങ്ങള് പറയാൻ മറന്നു, ഞങ്ങള് ഇന്നലെ എറണാകുളത്ത് തിരിച്ചെത്തി. ഇവളെ വീട്ടിൽ നിന്ന് നമ്മൾ ഇന്നലെ രാത്രി തിരിച്ചിട്ടോ. അപ്പോൾ ഇപ്പൊ എറണാകുളത്ത് നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിലാണുള്ളത്. പിന്നെ ഞാൻ പറയട്ടെ, നമ്മള് അന്ന് ഒരു ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കുന്നത് നമ്മള് പരാജയപ്പെട്ട് തിരിച്ച് വീട്ടിൽ പോയല്ലോ. അതിപ്പോ നമ്മള് വാങ്ങാൻ പോവാ ബ്രോഡ്വേ. അതെ, എന്താവോ എന്തോ ഇതിലും അവിടെ ചെന്നിട്ട് അതിലും വലിയ പരാജയം ആവാണ്ടിരുന്ന കൊള്ളാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട്. ഒരെണ്ണം അല്ലെങ്കിൽ വേറെണ്ണം അവിടെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. യെസ്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കിയൊക്കെ. വളരെ ആഗ്രഹമല്ലേ അവൾക്ക്, താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളതിന് സപ്പോർട്ട് ചെയ്യാണല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും അതൊന്ന് ചെയ്യാൻ കേട്ടോ. അപ്പൊ പൃഥ്വിനെ കണ്ട ഗൈസ്, അവൻ നല്ല ഒരുങ്ങി സുന്ദരനായിട്ട് ഇരിക്കുന്നൊക്കെ ഉമ്മ വെച്ചിട്ട് ലിപ്സ്റ്റിക്കിന്റെ പാടെ നോക്കിയ ഗൈസ്. അപ്പൊ പോണ വയ്ക്കാണ്. അങ്ങനെ ഞങ്ങൾ ബ്രോഡ്വേയിൽ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കടകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റാർ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു കടയിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേനും നമ്മുടെ രാഹുലേട്ടൻ്റെ പെങ്ങളും പിന്നെ അളിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ പ്രോഡക്റ്റ് നല്ല ഹോൾസെയിൽ സാധനങ്ങൾ മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഹോൾസെയിൽ വിലയിൽ തന്നെ നമ്മൾ എടുത്താലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും സാധനങ്ങളുടെ ആവശ്യമില്ല. ഞാനൊന്ന് ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെക്കൊണ്ട് പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഹോൾസെയിലിൽ മൊത്തത്തിലൊക്കെ സാധനം എടുത്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ആവശ്യമില്ലായിരുന്നു. എന്തായാലും ഞാൻ പിന്നെ ഒരു 1000 രൂപയ്ക്കുള്ള സാധനം മാത്രമേ വാങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അളിയനും പെങ്ങളും ഒക്കെ പിന്നെ അവർ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിന് ഡെക്കാത്തിലോൺ വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡെക്കാത്തിലോൺ പോകുന്നത്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞും കേട്ടിട്ടുണ്ട് നല്ല വിലക്കുറവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ പോയി. അവിടെ പിന്നെ നല്ല രസമായിരുന്നു. ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും രാഹുലേട്ടനും കൂടി സൈക്കിളൊന്ന് ഓടിച്ച് നോക്കാം എന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും സൈക്കിൾ ഓടിച്ച് നോക്കാനൊക്കെ പോയി കേട്ടോ. അപ്പോൾ എല്ലാവരും സത്യം പറഞ്ഞാൽ സൈക്കിൾ എടുത്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും സൈക്കിളൊക്കെ ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുലേട്ടൻ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പേടിച്ച് ഒന്നാമത്തെ കാര്യം അവിടെ ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. കാരണം അതുങ്ങൾ നോക്കാതെ ഭയങ്കര സ്പീഡിലൊക്കെ സൈക്കിൾ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസ് നടന്നേനെ, പിന്നെ എങ്ങനെയൊക്കെയോ ഒഴിവായി. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ഞങ്ങൾ നല്ല എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഡെക്കാത്തിലോണിൽ കയറിയപ്പോഴാണ് ഓണായത്. അങ്ങനെ പിന്നെ പറഞ്ഞപ്പോൾ നിനക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാവൂടി എന്ന് ചോദിച്ചിട്ട് പിന്നെ എന്നോട് സൈക്കിൾ ഓടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് നാളിന് ശേഷം ഒരു 5 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. 5 അല്ല, അതിൽ കൂടുതൽ വർഷമായി കാണുമെന്ന് സൈക്കിൾ ഓടിച്ചിട്ട്. പക്ഷേ എനിക്ക് എടുത്ത സൈക്കിൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കധികം ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എല്ലാ സൈക്കിളും ഓടിക്കാൻ പറ്റുമല്ല, നീളം ശരിയാവില്ല. പക്ഷേ ഞാൻ എടുത്ത സൈക്കിൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല കംഫർട്ടായിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും സൈക്കിളും എടുത്ത് ഒന്ന് ഓടിച്ചു. പക്ഷെ ഭയങ്കര റഷാന്ന്. കാരണം കൊച്ചു കുട്ടികൾ നമ്മളെ കണ്ടില്ലേ വന്ന് നിന്നിട്ട് ഇങ്ങനെ നമ്മളെ വെറുപ്പിക്കുക. അവർക്കൊരു രസമായിരിക്കും ചിലപ്പോൾ നമ്മളെ ഒന്ന് പറ്റിച്ച് നോക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഓടിച്ച് നോക്കി. അപ്പോൾ രാഹുലേട്ടനും പിന്നെ സൈക്കിൾ എടുത്തു. എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒന്ന് സൈക്കിൾ ഓടിച്ച് നോക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ രാഹുലേട്ടനും എൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുന്നതാണ് അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും സൈക്കിൾ റേസ് നടത്താൻ പോവാണ് ഗൈസ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മൊമെൻ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈക്കിളൊക്കെ ഓടിക്കുന്നത്. പിന്നെ ഈ കുരുപ്പുകൾ ഇടയ്ക്ക് ഉള്ളത് കാരണം എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം കൊച്ചു കുട്ടികളല്ലേ, എങ്ങാണോ അവരുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, എന്നാലും എനിക്കൊരു പേടി. അങ്ങനെ ഞാൻ ഷഹാനയുടെ കയ്യിലാണ് കേട്ടോ കുട്ടീനെ കൊടുത്തേക്കുന്നത്. ഞങ്ങൾ പതിയെ സൈക്കിളൊക്കെ ഓടിച്ച് നല്ല ഡുവറ്റ് പാട്ടൊക്കെ പാടി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞാൽ നല്ല വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൈക്കിളിനൊക്കെ നല്ല വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തായാലും തൽക്കാലം സൈക്കിൾ പോയിട്ട് കൊച്ചിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ പോലും ഇല്ലാത്ത കാരണം പിന്നെ നമ്മൾ ഓടിച്ച് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഓടിച്ച് നോക്കിയ സൈക്കിൾ അവിടെ വെച്ചിട്ട് പിന്നെ രാഹുലേട്ടന് അടുത്ത പരിപാടി എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എനിക്കും അതേ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനതേ കയറിയില്ല.
സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാം ട്രൈ ചെയ്യാം കേട്ടോ. ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഒരാൾ 6 ഒക്കെ അടിച്ചു വിട്ടേക്കുന്നു. അവിടെ നിന്ന് ആൾക്കാർ വന്ന് ഓടിച്ചു വിട്ടു കേട്ടോ ഞങ്ങളെ. അങ്ങനെ ഓരോ ഏരിയയിലും കയറി പ്രത്തോട്ടനും ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഫുൾ AC ഒക്കെ ആയിട്ട് നല്ല എൻ്റർടൈനായിട്ട് പുള്ളി നിൽക്കുകയാണ്. നല്ല രസമുണ്ട്. ഒരുപാട് കൊച്ചു കുട്ടികളെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവനത് ഒരുപാട് എൻ്റർടൈനായിട്ട് തോന്നുന്നുണ്ട്. കൊച്ചു കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ പ്രായത്തിലുള്ളവരെയൊക്കെ അവന് കാണുമ്പോൾ ഭയങ്കര കാര്യമാണ്. അതാണ് ആൾ ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനൊരു ബാത്ത് ടബ് പോലെ, എന്താ പറയുക, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൃഥ്വിയേട്ടനെ ഞങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ഇരുത്തുകയും ബോളൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. ആളെന്നിട്ട് ഇങ്ങനെ ഓടി ബോളൊക്കെ എടുക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ പൃഥ്വിയേട്ടൻ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ വേണേൽ നമുക്ക് ഇങ്ങനെയുള്ളിടത്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന് കുറച്ചും കൂടി ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതാ ഫുട്ബോളിൻ്റെ പോർഷൻ എത്തിയിട്ടുണ്ട്. ഈ ഫുട്ബോൾ വെച്ചിട്ട് കളിക്കുകയാണ്. ടെന്നസാണെങ്കിൽ ഇങ്ങനെ ഫുള്ള് ഓരോ സാധനങ്ങൾ എടുത്ത് ട്രൈ ചെയ്ത് നോക്കെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡെക്കാത്തിലുള്ള ഏകദേശം ടൈം അവിടെ എല്ലാം സ്പെൻഡ് ചെയ്ത് കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞതാ 2 പേരും കൂടി ഇനി തട്ടി കളിക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞ് അതും നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ എങ്ങോട്ടേലും പോകണമെന്ന് കരുതി ഫുഡും എല്ലാം കഴിക്കണമെന്ന് കരുതി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കണ്ടില്ല 2 എണ്ണം കൂടി കൊച്ചിനെ വെച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാവം എൻ്റെ കുഞ്ഞായതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരുത്തൻ നല്ല സൈക്കിളിൻ്റെ ടയറൊക്കെ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. വട്ടാന്ന് തോന്നും. സത്യം പറഞ്ഞാൽ 2 എണ്ണം എന്തൊക്കെയാണ് കാണിക്കുന്നത് 2 എണ്ണത്തിനും പോലും അറിയത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ട് ജസ്റ്റ് അധികം കഴിക്കുന്നില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ മാക്ഡൊണാൾഡ്സിൽ പോകാമെന്നും കരുതി. അവിടെ മാക്ഡൊണാൾഡ്സിൽ എന്തൊക്കെയോ ഓഫറും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടോട്ട് പോകാൻ പറ്റുന്നത് എന്തോ 149 രൂപയ്ക്ക് എന്തോ ഒരു കോംബോ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് ഓർഡർ ചെയ്യാനായിട്ടാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓർഡറൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കുള്ള ഒരു 54 എന്നുള്ള ഒരു നമ്പരൊക്കെ തന്നിട്ട് അവർ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ താണ്ട് പൃഥ്വിയേട്ടന് ഇരിക്കാനായിട്ടൊരു സാധനം അവർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെയർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പൃഥ്വിയേട്ടൻ അതേലിരിക്കുകയാണ്. അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. അവനിങ്ങനെ കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പറ്റൂല. പൃഥ്വിയേട്ടനെ കൊണ്ടിരുന്ന് ഫുഡ് കഴിക്കുന്നത് നമുക്ക് നടക്കുന്ന കാര്യമില്ല. ആരെങ്കിലും ഒരാൾ ഫുഡ് കഴിച്ച് എണ്ണീറ്റാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ചില റെസ്റ്റോറൻറ്റുകളിൽ മാത്രമാണ് നമുക്കിങ്ങനെ ചെറിയ ചെയർ അവൈലബിൾ ആയിട്ടുള്ള അവിടെ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. അവൻ എന്തെങ്കിലും കളിപ്പാട്ടോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവന് അതുകൊണ്ട് എങ്ങനെയും ഇരുന്നോളും. അപ്പോൾ പാവയുടെ കയ്യിൽ എന്തോ ഒരു സംഭവം, ഒരു നൂലിരിപ്പുണ്ടെന്നും പറഞ്ഞ് ഷാനെ അത് കടിച്ച് കളയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം വന്നിട്ടുണ്ട്. ഇത് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ബർഗറും കൊക്കക്കോളയാണ് നമുക്ക് കോംബോയിൽ വരുന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട്. വയർ അത്യാവശ്യം നിറയും. അധികം ഞങ്ങൾക്ക് വേണ്ടതാണ്. കാരണം ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അധികം കഴിക്കണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഐസ്ക്രീം ആയിരുന്നു പിന്നെ വാങ്ങിയത്. ഐസ്ക്രീം വാങ്ങിയിട്ട് പിന്നെ പൃഥ്വിയേട്ടന് ഭയങ്കര വാശി. ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് കഴിക്കും. നമ്മളെ കൊണ്ട് കഴിക്കാൻ സമ്മതിക്കില്ല. ഭയങ്കര വഴക്കായിരിക്കും. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. താന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അവൻ. അവന് കൊടുത്തിട്ട് എടുത്തു കഴിയുമ്പോൾ ആന്നും പറഞ്ഞുകൊണ്ട് അവൻ വിളിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്. പൃഥ്വിയേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഭയങ്കര വഴക്കാണ്. ദാണ്ടില്ലേ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരലപ്പാണ്. ആളിന് ഐസ്ക്രീമോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വഴക്കാണ്. എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. ആൾക്കാരൊക്കെ ചോദിക്കും അവന് പനി വരത്തില്ല എന്ന്. ഇത്രയും നാളായിട്ട് ഞങ്ങൾ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്, ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അവൻ ഇന്നേ വരേക്കും പനിയെന്ന് പറയുന്നൊരു കാര്യം എന്തായാലും ദൈവം സഹായിച്ച് വന്നിട്ടില്ല. സാധാരണ കുട്ടികൾക്കൊക്കെ അങ്ങനെയൊക്കെ വന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പനിയൊക്കെ വരും. പക്ഷേ അവന്
ഇത് സത്യം പറഞ്ഞാൽ അവന് അഡാപ്റ്റ് ആയി, അതിൽ അവൾ കഴിച്ച് അവന് പരിചയമായത് കാരണം അവൻ അങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ വരുന്നില്ല. എന്നാലും നമ്മൾ അധികം ഒന്നും കൊടുക്കത്തില്ല. പക്ഷേ ഇപ്പം വാശി കാണിക്കുമ്പോൾ നമുക്ക് പിടിച്ചു നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ രണ്ടുപേരും ഒളിച്ചിരുന്ന് കഴിക്കുകയാണ് ഐസ്ക്രീം. നമുക്ക് കണ്ടുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ആൾ ഭയങ്കരമായിട്ട് വയലൻ്റ് ചെയ്യും, തോണ്ടിയിട്ടൊക്കെ കൊടുക്കെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. അങ്ങനെ എന്തായാലും കഴിച്ചുകൊണ്ടിരിക്കുക. അനസിനെ കണ്ട നല്ല രസമില്ലേ, അവൻ ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഊള, എന്ത് ചെയ്യാനാ. അങ്ങനെ നമ്മൾ പിന്നെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കൂടെ നിന്ന് എന്തായാലും മക്ഡൊണാൾഡ്സ് വന്നിട്ട് ആളുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തില്ല ശരിയാവത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്നിട്ട് പൃഥൂട്ടൻ ആ പുള്ളിക്കാരനെ തട്ടി വിളിക്കുന്നുണ്ട്. ചേട്ടൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പൃഥൂട്ടൻ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഔട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ അധികം സ്ഥലത്തോട്ടൊന്നും പോയില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു ബിസിനസ്സിൻ്റെ കാര്യം തുടങ്ങണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റ.